ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ELR റിലേ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. സോ നമുക്കറിയാം ELR റിലേയുടെ ഫുൾ ഫോം എർത്ത് ലീക്കേജ് റിലേ എന്നാണെന്ന്. സോ ഇതൊരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ്. എർത്ത് ലീക്കേജിൽ നിന്ന് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ELR റിലേ. ഒരു മനുഷ്യ ശരീരത്തിൽ 30 മില്ലി ആംപിയറിന് മുകളിൽ കറണ്ട് പാസേജ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഷോക്ക് ഏറ്റു എന്ന് പറയുന്നത്. സോ ആ 30 മില്ലി ആംപിയർ അനുസരിച്ചായിരിക്കും നമ്മൾ ELR റിലേയിൽ സെറ്റ് ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് എന്താണ് എർത്ത് ലീക്കേജ്, എങ്ങനെയാണ് എർത്ത് ലീക്കേജ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാം. എർത്ത് ലീക്കേജ് എന്ന് വെച്ചാൽ ലൈവ് കണ്ടക്ടർ, ബസ് ബാർ അല്ലെങ്കിൽ കേബിൾ, എന്തെങ്കിലും കറണ്ട് ക്യാരിയിങ് കേബിൾ ബോഡി, ഒന്നെങ്കിൽ നമ്മുടെ ബോഡി അല്ലെങ്കിൽ എക്വിപ്മെന്റ് ബോഡിയുമായിട്ട് ഒരു കോണ്ടാക്ട് സംഭവിക്കുമ്പോഴാണ്. കോണ്ടാക്ട് പലതരത്തിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ എന്തെങ്കിലും കാരണം വെച്ചാൽ ഇൻസുലേഷൻ ഫെയിലിയർ, ഈ കണ്ടക്ടറിന്റെ, ബസ് ബാറിന്റെ അല്ലെങ്കിൽ ഈ കേബിളിന്റെ ഒക്കെ ഇൻസുലേഷൻ ഫെയിലിയർ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, എന്തെങ്കിലും കാരണം വെച്ചാൽ ഒരയുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ലൈവ് കറണ്ട് ഈ ബോഡി, എക്വിപ്മെന്റ് ബോഡിയുമായിട്ട് ഒരു കോണ്ടാക്ട് സംഭവിക്കുന്നു. എക്വിപ്മെന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കൺട്രോൾ പാനൽ അല്ലെങ്കിൽ SMDB, MDB അങ്ങനെയൊക്കെ പറയാം. ആ ലീക്കേജ് ഈ ബോഡിയുമായിട്ട് സംഭവിക്കുമ്പോഴാണ് നമ്മൾ എർത്ത് ലീക്കേജ് സംഭവിച്ചെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡി ഒരു ലൈവ് കണ്ടക്ടർ ആയിട്ട് എന്തെങ്കിലും കാരണം വെച്ചാൽ ടച്ച് ആവുകയോ കോണ്ടാക്ട് ആവുകയോ സംഭവിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ലീക്കേജ് സംഭവിക്കാം. സോ ഈ ലീക്കേജ് നമ്മുടെ ശരീരത്തിൽ കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് സംഭവിക്കുകയും കൂടിയ വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ ഒരു ELRന്റെ സഹായത്താൽ നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ELRലേക്കുള്ള എർത്ത് ലീക്കേജിൻ്റെ സിഗ്നൽ നമ്മൾ CBCTയിൽ നിന്നാണ് എടുക്കുന്നത്. സോ CBCT എന്ന് പറയുന്നത് കോർ ബാലൻസ് കോർ ട്രാൻസ്ഫോമർ ആണ്. CBCT നമ്മൾ ഉപയോഗിക്കുന്ന എക്വിപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കൺട്രോൾ പാനലാവാം, അല്ലെങ്കിൽ DB ആവാം, SMDB ആവാം. ആ SMDBയിൽ നിന്നൊക്കെയുള്ള മെയിൻ ഇൻപുട്ട് കൊടുക്കുന്ന ഇൻകമ്മർ കേബിളിൽ ആണ് നമ്മൾ ഈ CBCT കൊടുക്കുന്നത്. നമുക്കിവിടെ കാണാം ELR റിലേക്കകത്ത് 2 തരത്തിൽ നമുക്ക് സെറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മളിവിടെ കാണുന്നത് ΔT എന്ന് പറയുന്നത് നമ്മുടെ ട്രിപ്പ് ആവുന്ന ടൈമിനെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ആ ΔT. പിന്നീട് അതിന് മുകളിൽ കൊടുത്തിരിക്കുന്നത് ΔN എന്ന് പറയുന്നത് ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ലീക്കേജ് സംഭവിച്ചാൽ ആ ലീക്കേജിൻ്റെ സെൻസിറ്റിവിറ്റിയാണ്, നമ്മൾ എത്ര മില്ലി ആംപിയർ ആണ് വേണ്ടതെന്നൊക്കെയുള്ള ഓപ്ഷനാണ്. അത് നമ്മൾ സെലക്ട് ചെയ്യാം. IΔN മാക്സിമം 30 മില്ലി ആംപിയർ ആണ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം 30 മില്ലി ആംപിയറിന് മുകളിൽ പോയാൽ നമുക്ക് ഷോക്കിൻ്റെ സെൻസിറ്റിവിറ്റി ആവും. സോ അത് കാരണമാണ് ഇവിടെ 30 മില്ലി ആംപിയർ അവർ മാക്സിമം കൊടുത്തിരിക്കുന്നത്. പിന്നീട് ΔT ടൈം സെറ്റിങ് മാക്സിമം 10 സെക്കൻഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ മാക്സിമം നമുക്ക് 10 സെക്കൻഡ് വരെ സെറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. സോ ഒരു ലീക്കേജ് സംഭവിക്കുമ്പോൾ നമ്മുടെ എക്വിപ്മെൻറ്റ് ഒരു അൺബാലൻസ് കറണ്ട് ഉണ്ടാവുകയും ആ അൺബാലൻസ് കറണ്ടിനെ നമ്മുടെ CBCT സെൻസ് ചെയ്തിട്ട് ആ സിഗ്നൽ നമ്മുടെ ELR റിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. സോ ആ ELR റിലേ ആ സിഗ്നൽ കിട്ടിയതിന് ശേഷം അതിനെ നമ്മുടെ MCCBക്കകത്ത് കൊടുക്കുകയും അത് കട്ട് ഓഫ് ആക്കുകയും ചെയ്യുന്നു. സോ ഇത്തരത്തിലുള്ള MCCB ഒരു ട്രിപ്പിംഗ് ഓപ്ഷനും കൂടിയുള്ള MCCB ആണ്. ഇത്തരത്തിലുള്ള MCCBക്കകത്ത് ഒരു ഷണ്ട് കോയിൽ ഉണ്ട്. സോ ഈ ഷണ്ട് കോയിലിന് സപ്ലൈ കിട്ടുമ്പോഴാണ് ഈ MCCB ട്രിപ്പ് ആവുന്നത്. സോ ഈ MCCBക്കുള്ള സപ്ലൈ നമ്മുടെ ELRൽ നിന്നാണ് വരുന്നത്. സോ ലീക്കേജ് സംഭവിക്കുമ്പോൾ ELRൽ നിന്ന് വരുന്ന സപ്ലൈ ഈ ഷണ്ട് കോയിൽ പിടിച്ച് ട്രിപ്പാക്കുന്നു. ഈ സിസ്റ്റത്തിൻ്റെ ഫുൾ സർക്യൂട്ട് ഡയഗ്രമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സോ ഇവിടെ നമുക്ക് കാണാം ഇൻപുട്ട് സപ്ലൈ L1, L2, L3യിൽ നിന്നാണ് നമ്മൾ CT കൊടുത്തിരിക്കുന്നത്. ഒരു CBCT ആണ് ഈ ലോഡിന് മുന്നേ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ആ CBCTയിൽ നിന്ന് വരുന്ന 2 കോയിലാണ് നമ്മുടെ
ELR റിലേയുടെ 22-ഉം 21-ലും കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്കിവിടെ കാണാം ഒരു A1-ഉം A2-ഉം സപ്ലൈ. സോ ഇതൊരു 230 വോൾട്ട് കോയിൽ സപ്ലൈ ഉള്ള ELR റിലേ ആണ്. സോ എല്ലാ റിലേയ്ക്കും നമുക്കറിയാം ഒരു കോയിൽ വോൾട്ട് സപ്ലൈ വേണം. ഇവിടെ നമ്മൾ 230 വോൾട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു ഫ്യൂസ് ഉപയോഗിച്ചാണ് നമ്മൾ 230 വോൾട്ട് എടുത്തിരിക്കുന്നത്. സോ ആ സപ്ലൈ കിട്ടുമ്പോൾ നമ്മുടെ ELR റിലേ ആക്ടിവേറ്റ് ആവുകയും ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ലീക്കേജ് സംഭവിക്കുമ്പോൾ CTയിൽ നിന്നുള്ള സെൻസിങ് കിട്ടുകയും ചെയ്യുന്നു. പിന്നീട് നമുക്കിവിടെ കാണാം നമ്മുടെ ഇൻപുട്ട് സപ്ലൈ 3 ഫേസ് സപ്ലൈ L1, L2, L3 വന്ന് കയറുന്നത് ഇവിടെ CB എന്ന് പറയുന്ന ഒരു 3 പോൾ MCCBക്കകത്താണ്. സോ ഈ 3 പോൾ MCCBക്കകത്ത് TC എന്ന് പറയുന്ന ഒരു ഷണ്ട് കോയിലിൻ്റെ ഓപ്ഷനും ഉണ്ട്. സോ ഈ ഷണ്ട് കോയിൽ ആക്ടിവേറ്റ് ആകുമ്പോഴാണ് നമ്മുടെ MCCB കട്ട് ഓഫ് ആവുകയും ലോഡിലേക്കുള്ള പവർ ഓഫ് ആക്കുകയും ചെയ്യുന്നത്. നമുക്ക് ഇനി നമ്മുടെ ഷണ്ട് കോയിലിൻ്റെ വയറിങ്ങിലേക്കൊന്ന് കടക്കാം. ഷണ്ട് കോയിൽ TC ട്രിപ്പ് കോയിലെന്നാണ് ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്. സോ ട്രിപ്പ് കോയിലിന് ഒരു ന്യൂട്രൽ ഇവിടെ ഡയറക്റ്റ് എടുത്തിരിക്കുന്നു. മെയിൻ ന്യൂട്രിൽ നിന്ന് തന്നെയാണ് ഡയറക്റ്റ് കിട്ടിയിരിക്കുന്നത്. സോ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫേസ് ആണ് വേണ്ടത്. ഇതൊരു 230യുടെ ഷണ്ട് കോയിലാണ്. സോ ഫേസ് വരേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ ELR റിലേ പിടിക്കുമ്പോഴാണ്. സോ ELR റിലേയുടെ 8 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് ഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് കാണാം 8 ഒരു NO കോണ്ടാക്റ്റ് ആണ്. എർത്ത് ലീക്കേജ് സംഭവിക്കുമ്പം ഈ NO അങ്ങ് NC ആവുകയും 5ൽ നിന്നാണ് ഇവിടെ നമ്മൾ ഫേസ് കോമൺ ഫേസ് എടുത്തിരിക്കുന്നത് ELR റിലേയുടെ. സോ ഈ 5 നിന്നുള്ള സപ്ലൈ ട്രിപ്പ് എന്തെങ്കിലും കാരണവശാൽ ലീക്കേജ് സംഭവിക്കുമ്പം ആക്ടിവേറ്റ് ആവുമ്പോൾ ഈ 5ൽ നിന്നുള്ള സപ്ലൈ അങ്ങ് NC വഴി NC ആവുമ്പോൾ 8ലേക്ക് പോയി പിന്നീട് നമ്മുടെ TCക്ക് കിട്ടുകയും ചെയ്യുന്നു. സോ ട്രിപ്പ് കോയിലിന് ഇവിടെ സപ്ലൈ കിട്ടുമ്പം കോയിൽ ആക്ടിവേറ്റ് ആവുകയും നമ്മുടെ MCCBയെ ഡീആക്ടിവേറ്റ് ആക്കുകയും ചെയ്യുന്നു. അത് കാരണം നമ്മുടെ ലോഡിലേക്കുള്ള പവറിനെ കട്ട് ഓഫ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ വയറിങ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സോ സ്റ്റേ സേഫ്. ഗുഡ് ബൈ.